2026 SAR അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ പട്ടിക നിലവിൽ വരും. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SAR അനുസരിച്ച് റിവൈസ് ചെയ്ത വോട്ടർ പട്ടികയായിരിക്കും ഉപയോഗിക്കപ്പെടാൻ പോകുന്നത്. ഈ റിവിഷൻ വരാൻ പോകുന്നത് 2025 2021 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് 23 വർഷങ്ങൾക്ക് മുമ്പുള്ള 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി ആയിരിക്കും. 1980 ശേഷം ജനിച്ച ഞാൻ ഉൾപ്പെടെയുള്ള പലരും 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേര് ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ BLOമാർ നമ്മുടെ വീടുകളിൽ സന്ദർശനം നടത്തും. അപേക്ഷാ ഫോറം നമുക്ക് കൈമാറും. 2002 വോട്ടേഴ്സ് ലിസ്റ്റ് അടിസ്ഥാനമാക്കി നിങ്ങൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരാണോ അല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കണം. പേരുള്ളവരാണെങ്കിൽ വേറെ രേഖകളുടെ ആവശ്യമൊന്നുമില്ല, അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി. ഇനി പേരില്ലാത്തവരാണെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ പേരുണ്ടോ എന്ന് നോക്കുക. അവിടെ അവരുടെ പേരുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നമൊന്നുമില്ല, അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി. ഇനി 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടേതോ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരില്ല എങ്കിൽ മാത്രം തുടർന്നുള്ള നടപടികളിലേക്ക് പോയാൽ മതി. 2002 വോട്ടർ പട്ടികയിൽ അവരുടേതോ അവരുടെ രക്ഷിതാക്കളുടെ പേരില്ലാത്തവരെ 3ആയി തരംതിരിക്കും. അതിലൊന്നാമത് 1987 ജൂലൈ 1 മുമ്പ് ജനിച്ചവർ. അവർ പുതുക്കിയ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. രണ്ടാമത്തെ കാറ്റഗറി 1987 ജൂലൈ 1 2004 ഡിസംബർ 1 ഇടയിൽ ജനിച്ചവർ. അവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാപിതാക്കൾ ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടി ഹാജരാക്കണം. ഇനി മൂന്നാമത്തെ കാറ്റഗറി 2004 ശേഷം ജനിച്ചവർ. അവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാപിതാക്കളിൽ 2 പേരുടെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. ഇനി വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനല്ല എങ്കിൽ വോട്ടർ ജനിച്ച സമയത്തുള്ള രക്ഷിതാവിന്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് നൽകണം. ഇനി അടുത്തതായി നമ്മൾ അറിയേണ്ടുന്നത് ഏതെല്ലാം രേഖകൾ ഇതിനായി ഉപയോഗിക്കാം എന്നാണ്. ഈ പറഞ്ഞ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് SAR അടിസ്ഥാനമാക്കി വരുന്ന പുതിയ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാവുന്നതാണ്.